10 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവരുടെ ഗാർഹിക പാചകവാതക സബ്സിഡി റദ്ദാക്കും. ഇത് സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് സന്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങി. ഇന്ത്യൻ, HP, ഭാരത് ഗ്യാസ് എന്നിവയെല്ലാം സന്ദേശം അയക്കുന്നുണ്ട്. 7 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. മറുപടി നൽകിയില്ലെങ്കിൽ സബ്സിഡി റദ്ദാകും. ആദായ നികുതി റിട്ടേണുമായി ഒത്തുനോക്കിയാണ് SMS അയക്കുന്നത്. മുഹമ്മദ് റഫീഖ് വിശദാംശങ്ങൾ നൽകും. റഫീഖ്, ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഇപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ ബൾക്കായി SMS വന്നു തുടങ്ങിയോ? അതിനുള്ള റിപ്ലൈ അയച്ചു തുടങ്ങുന്നുണ്ടോ? സ്വാഭാവികമായും ഇതിപ്പോൾ ഈ കമ്പനികൾ മാത്രമായി എടുക്കുന്ന ഒരു തീരുമാനമാണോ? സൈഫുദ്ദീൻ, ഇത് പ്രധാനമായും പാചകവാതക കമ്പനികളുടെ തന്നെ തീരുമാനമാണ്. ഈ തീരുമാനം 2015 ഡിസംബറിലെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കമ്പനികൾ ഈ തീരുമാനം എടുത്തേക്കുന്നത്. 2015 ഡിസംബറിൽ വാർഷിക വരുമാനം 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കുടുംബങ്ങൾക്ക് പാചകവാതക സബ്സിഡി ഒഴിവാക്കിയിരുന്നു. ഈ തീരുമാനം സ്വമേധയാ നടപ്പാക്കാനായിരുന്നു ആദ്യം കമ്പനികൾ തീരുമാനിച്ചത്. എന്നാൽ കാര്യമായി ആരും സബ്സിഡി ഒഴിവാക്കിയില്ല. കോവിഡ് കാലത്ത് 2020-21 കാലത്തിൽ 400 രൂപ വരെയായിരുന്നു പാചകവാതകത്തിന് സബ്സിഡി. ഇപ്പോൾ ഇത് 24 രൂപ 50 പൈസയാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് KYC അപ്ഡേഷൻ എല്ലാ ഏജൻസികളിലും എല്ലാ കമ്പനികളും നടത്തിയിരുന്നു. ഇതിനുശേഷം ബാങ്ക് അക്കൗണ്ടുകളും ആധാർ നമ്പറുകളും അതുപോലെ തന്നെ ആദായ നികുതി അക്കൗണ്ടുകളും എല്ലാം ഒരുമിച്ച് പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദേശത്തിൽ പറയുന്നത് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മറുപടി നൽകണം. 7 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ പാചകവാതക സബ്സിഡി സ്വമേധയാ റദ്ദാകും. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം ഉയർന്നിരിക്കുന്നത് സബ്സിഡി ഒഴിവാകും എന്നുള്ളതിന് അപ്പുറം ഇത് ഒരു സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പലർക്കും ഇത്തരം സന്ദേശങ്ങൾ വന്നപ്പോൾ ഇതെന്താണ് എന്നുള്ളത് മനസ്സിലായിരുന്നില്ല. അതുപോലെ തന്നെ ആദായ നികുതി അടച്ചതിന്റെ രേഖകൾ മറ്റ് ഏജൻസികൾക്ക് പോകുന്നു എന്നുള്ള വലിയ ഗുരുതരമായ വിഷയങ്ങളാണ് ഇപ്പോൾ ഇതിൽ ഉയർന്നു വരുന്നത്. ഈ രേഖകൾ ഓരോ ആദായ നികുതി അടക്കുന്നതിന്റെയും റിട്ടേൺ സമർപ്പിക്കുന്നവരുടെയും രേഖകൾ പാചകവാതക കമ്പനികൾക്ക് ഇപ്പോൾ കൊടുക്കുന്നു. അതുപോലെ മറ്റ് കമ്പനികളിലേക്കും ഇത് പോയേക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നു എന്നുള്ള വലിയ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. സൈഫു. യെസ്.